ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ അർജന്റീന ദേശീയ ടീമുള്ളത്. അടുത്ത മത്സരത്തിൽ അവരുടെ എതിരാളികൾ ഓസ്ട്രിയയാണ്. വരുന്ന തിങ്കളാഴ്ച രാത്രിയാണ് അർജന്റീനയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള അർജന്റീനയുടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിബിൾ ലൈനപ്പ് ഇന്നലെ പ്രമുഖ അർജന്റീൻ മാധ്യമമായ ഡയാരിയോ ഓലെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 മാറ്റങ്ങളാണ് അവർ അതിൽ കണ്ടിട്ടുള്ളത്. അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഉണ്ടായിരുന്ന ഗോൺസാലോ മോണ്ടിയലിന് സ്ഥാനം നഷ്ടമാകും. അദ്ദേഹത്തിന് പരിക്കിന്റെ പ്രശ്നങ്ങളുണ്ട്. പകരം നൊഹേൽ മൊളീന വരും എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ തിയാഗോ അൽമേഡ കഴിഞ്ഞ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പകരം നിക്കോ ഗോൺസാലസ് വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് നമ്മൾ പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി പ്രതിരോധ നിരയിൽ നൊഹേൽ മൊളീന, അതുപോലെ തന്നെ ഫക്കുണ്ടോ മെഡീന എന്നിവരായിരിക്കും വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഉണ്ടാവുക. സെന്റർ ബാക്ക് പൊസിഷനിൽ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ അലക്സിസ് മാക്കാലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡീപോൾ എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ലൗറ്ററോയും ലയണൽ മെസ്സിയും ഉണ്ടാകും. അവർക്കൊപ്പം നിക്കോ ഗോൺസാലസ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. തിയാഗോ അൽമേഡയുടെ സ്ഥാനത്ത് നിക്കോ ഗോൺസാലസ് കളിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇനിയും 1-2 ട്രെയിനിങ് സെഷനുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈനപ്പിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.